നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച MDMAയുമായി 2 പേർ അറസ്റ്റിൽ. ചുങ്കത്ര തച്ചങ്ങോട് സ്വദേശികളായ കണിയാമ്പറമ്പ് അജയ്, സുഹൃത്തും അയൽവാസിയുമായ മേലെപുത്തൻ വീട്ടിൽ ബിജോ വർഗീസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ ജില്ലാശുപത്രിയിൽ OP ടിക്കറ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനം പിൻവലിച്ചു. ഡിവൈഎഫ്ഐയുടെ സമരവിജയം എന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാംഗവുമായ അരുൺദാസ് പറഞ്ഞു. പ്രവാചക പ്രകീർത്തനങ്ങളാൽ മുഖരിതമായി നാടും നഗരവും. നിലമ്പൂർ മജ്മ അക്കാദമിയും കേരള മുസ്ലിം ജമായത്തും സംയുക്തമായി നടത്തിയ മിലാദ് റാലി നബി സ്നേഹത്തിന്റെ മാറ്റൊലിയായി. പരിഷത്ത് പുസ്തകോത്സവം നടത്തി. പരിഷത്ത് നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിമ്പുഴ സ്കൂളിലാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി MP ഓണക്കോടി നൽകി. ചാലിയാർ പഞ്ചായത്തിലെ മുഴുവൻ ഹരിതസേനാംഗങ്ങൾക്കും ഓണക്കോടി കൈമാറി. വാർത്തകൾ വിശദമായി. വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച MDMAയുമായി 2 പേർ അറസ്റ്റിൽ. ചുങ്കത്ര തച്ചങ്ങോട് സ്വദേശികളായ കണിയാമ്പറമ്പ് അജയ്, സുഹൃത്തും അയൽവാസിയുമായ മേലെപുത്തൻ വീട്ടിൽ ബിജോ വർഗീസ് എന്നിവരെയാണ് പോത്തുകൽ പോലീസ് സബ് ഇൻസ്പെക്ടർ P ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഡെൻസാഫ് ടീം അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ ഡിവൈഎസ്പി N റഫീഖിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് 1-ാം പ്രതി അജയ്യുടെ അമ്മയുടെ ഉടമസ്ഥതയിലുള്ള കുറുമ്പലങ്ങോടുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ അറസ്റ്റിലായത്. പ്രതികളിൽ നിന്നും 10.18 ഗ്രാം MDMA കണ്ടെടുത്തു. പ്രതികൾ MDMA വിൽപ്പനയ്ക്കായി ചെറിയ പാക്കറ്റുകളാക്കുന്ന സമയത്താണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത്. 1000 രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതികൾ MDMA വിൽപ്പന നടത്തിയിരുന്നത്. ഇവർക്ക് MDMA ലഭിച്ച ഉറവിടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മയക്കുമരുന്ന് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിലെടുത്തു. മുൻപ് 16 കിലോ കഞ്ചാവ് പിടികൂടിയതിന് അജയ്ക്ക് ആന്ധ്ര പാടേരു പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട്. മേഖലയിൽ വരും നാളുകളിലും പരിശോധന ശക്തമായി തുടരും. സീനിയർ CPOമാരായ അബ്ദുൽ നാസർ, സാബിർ അലി, ഡാൻസ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, നിബിൻ ദാസ് ടി, ജോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. നിലമ്പൂർ ജില്ലാശുപത്രിയിലെ OP ടിക്കറ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട തീരുമാനം പിൻവലിച്ചു. ഡിവൈഎഫ്ഐയുടെ സമരവിജയമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാംഗവുമായ അരുൺദാസ് പറഞ്ഞു. സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ആശാകേന്ദ്രമായിട്ടുള്ള നിലമ്പൂരിലെ സർക്കാർ ആശുപത്രിയെ തകർക്കാനുള്ള ശ്രമം ബോധപൂർവമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ OP ടിക്കറ്റ് ഒരു പരിഷ്കരണം കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു രോഗി ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണണമെങ്കിൽ 2 തവണ OP ടിക്കറ്റ് എടുക്കേണ്ട ഒരു സ്ഥിതിയായിരുന്നു. ഈ ഓർഡർ പുറത്തിറക്കിയ ഘട്ടത്തിൽ തന്നെ ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നതാണ്. അന്ന് ഞങ്ങളോട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇതിൽ പരിഹാരം ഉണ്ടാക്കും എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം ഡിവൈഎഫ്ഐ അവസാനിപ്പിച്ച് പോയിട്ടുള്ളത്. എന്നാൽ ആ തീരുമാനം വീണ്ടും നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ എന്ന രീതിയിൽ ഞങ്ങൾ ഇന്ന് ജില്ലാശുപത്രിയിലേക്ക് വരികയും ആ ഓർഡർ പിൻവലിപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. നിലവിൽ ഇനി അന്ന് പുറത്തിറക്കിയിട്ടുള്ള ആ ഓർഡർ മരവിപ്പിച്ചതായിട്ടുള്ള ഉത്തരവ് സൂപ്രണ്ട് പുറത്തിറക്കിയിരിക്കുകയാണ്. ഇത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയെ തകർക്കാനുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്കെതിരെ എന്നും ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായി ഡിവൈഎഫ്ഐ ഈ നാട്ടിലുണ്ട്. ജില്ലാശുപത്രിയിലെ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന OP ടിക്കറ്റ് പരിഷ്കരണം നിലമ്പൂരിലെ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുവാനാണ് എന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചിരുന്നു. ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സമരം നടത്തിയിരുന്നു. എന്നാൽ ആ തീരുമാനം പിൻവലിക്കുവാൻ ഉത്തരവിട്ട RMO തയ്യാറായിരുന്നില്ല. ഇന്ന് വീണ്ടും ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി എത്തിയതിന്റെ ഭാഗമായി ഉത്തരവ് പിൻവലിച്ചു എന്ന് RMO അറിയിക്കുകയായിരുന്നു. ഇത്തരത്തിലുള്ള ജനവിരുദ്ധ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നുവരുമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചു. പ്രതിഷേധത്തിന് P ദീപക്, P റിനീത്, പ്രജിത്, റിയാസ് കാവാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രവാചക പ്രകീർത്തനങ്ങളാൽ മുഖരിതമായി നാടും നഗരവും. നിലമ്പൂർ മജ്മ അക്കാദമിയും കേരള മുസ്ലിം ജമായത്തും സംയുക്തമായി നടത്തിയ മിലാദ് റാലി നബി സ്നേഹത്തിന്റെ മാറ്റൊലിയായി.
പ്രവാചക ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുൽ അവ്വൽ മാസപ്പിറ കണ്ടതു മുതൽ നബിദിനാഘോഷത്തിന്റെ ആരവങ്ങൾ ഉയരുകയാണ്. പള്ളികളും വീടുകളും ഇസ്ലാമിക സ്ഥാപനങ്ങളും ദീപാലങ്കൃതമായി. എങ്ങും പ്രവാചക കീർത്തനങ്ങളാണ് മുഴങ്ങുന്നത്. വിവിധയിടങ്ങളിൽ സുന്നി സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നബിദിന റാലികളും സന്ദേശ പ്രഭാഷണങ്ങളും മൗലിദ് സദസ്സുകളും സജീവമാണ്. നിലമ്പൂർ മജ്മു അക്കാദമിയുടെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും നേതൃത്വത്തിൽ നിലമ്പൂർ ടൗൺ മസ്ജിദിൽ നിന്നാരംഭിച്ച മീലാദ് റാലി ചന്തക്കുന്നിൽ സമാപിച്ചു. കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, പത്തപ്പിരിയം അബ്ദുൾ റഷീദ് സഖാഫി, സുലൈമാൻ ദാരിമി, സീഫോർത്ത് അബ്ദുറഹ്മാൻ ദാരിമി, KP ജമാൽ, അക്ബർ ഫൈസി, CH ഹംസ സഖാഫി, കൊമ്പൻ മുഹമ്മദ് ഹാജി, വഹാബ് സഖാഫി മമ്പാട്, ഷൌക്കത്ത് അലി സഖാഫി, സയ്യിദ് ഹൈദരലി തങ്ങൾ, ഷംസുദ്ദീൻ പൊട്ടിക്കല്ല്, ആബിദ് ഹുസൈൻ തങ്ങൾ, TK അബ്ദുള്ള, സഫ്വാൻ അസ്ഹരി, സാദിഖ് ഹാജി, CA അൻവർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മജ്മ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രവാചക അധ്യാപനങ്ങൾ, ആലേഖനം ചെയ്ത പ്ലക്കാർഡുകൾ, ഇസ്ലാമിക സംസ്കാരം വിളിച്ചോതുന്ന പ്ലോട്ടുകൾ തുടങ്ങിയവ റാലിക്ക് മിഴിവേകി. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി സമാപന പ്രഭാഷണം നടത്തി. സ്നേഹവും സൗഹാർദ്ദവും സഹനവുമാണ് പ്രവാചക അധ്യാപനമെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹിക സാമ്പത്തിക ആരോഗ്യ മേഖലയിൽ പ്രവാചക ചര്യ അതുല്യമാണെന്നും വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിച്ച് സമൂഹത്തിൽ വിഷം കലർത്തുന്നവർക്കെതിരെ സ്നേഹം കൊണ്ട് പ്രതിരോധം തീർക്കണമെന്നാണ് നബി സന്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ ടൗൺ മസ്ജിദിൽ നടന്ന മൗലിദ് സദസ്സിന് ഉവൈസ് സഖാഫി, അലവിക്കുട്ടി സഖാഫി, ലത്തീഫ് സഖാഫി, സാദത്ത് സഖാഫി എന്നിവർ നേതൃത്വം നൽകി. പരിഷത്ത് പുസ്തകോത്സവം നടത്തി. പരിഷത്ത് നിലമ്പൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിമ്പുഴ സ്കൂളിലാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. സാഹിത്യകാരനും അമൽ കോളേജിലെ മലയാള വിഭാഗം മേധാവിയുമായ മുനീർ അഗ്രകാമി K. സഫിയ ടീച്ചർക്ക് പുസ്തകം നൽകി പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം K. അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. 61 പേർക്കായി 1,30,000 രൂപയുടെ പുസ്തകം പ്രചരിപ്പിച്ചു. P. സജിൻ, വിശ്വനാഥൻ, ഫൂലൻ ദേവി എന്നിവർ സംസാരിച്ചു. PS രഘുറാം, ലിനീഷ്, ശ്രീജ P. K. രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. സുനിൽ കമ്മത്ത് സ്വാഗതവും C. ബാലഭാസ്കരൻ നന്ദിയും പറഞ്ഞു. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി MP ഓണക്കോടി നൽകി. ചാലിയാർ പഞ്ചായത്തിലെ മുഴുവൻ ഹരിതസേനാംഗങ്ങൾക്കും ഓണക്കോടി കൈമാറി. ചാലിയാർ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് തോണിക്കടവൻ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. മഞ്ജു അനിൽ, വിജയ് സുരേഷ്, തോമസ് കുരുവിള, നസ്രീന ഷംസുദ്ദീൻ, നസീമ, മിനി മുസ്തഫ, സുന്ദരൻ മോടവണ്ണ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഹാരിസ് ആട്ടേരി, നാലകത്ത് ഹൈദരലി, AS ഇൻചാർജ് മനോജ്, ഹരിതകർമ്മസേന സെക്രട്ടറി ധന്യ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് യൂത്ത് വിംഗ്, വനിതാ വിംഗ് സംയുക്ത യോഗവും ഓണാഘോഷവും വ്യാപാര ഭവനിൽ വെച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി ഹക്കീം ചെങ്കരത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ വിനോദ് P. മേനോൻ അധ്യക്ഷത വഹിച്ചു. K. സഫറുള്ള, മുഹമ്മദ് അഷ്റഫ്, KC, മുഹമ്മദ് റഫീഖ്, TT നാസർ, P. മധു, റിയാസ് ചെമ്പൻ, വിജയകുമാർ C, ധനേഷ് N, സുമേഷ് PS, അശ്വതി ഗോപിനാഥ്, ആശ വിജയകുമാർ, ആർച്ച സുമേഷ് എന്നിവർ സംസാരിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റായി C. വിജയകുമാർ, ജനറൽ സെക്രട്ടറിയായി N. ധനേഷ്, ട്രഷററായി സുമേഷ് PS എന്നിവരെയും വനിതാ വിംഗ് പ്രസിഡന്റായി അശ്വതി ഗോപിനാഥ്, ജനറൽ സെക്രട്ടറിയായി ആശ വിജയകുമാർ, ട്രഷററായി ആർച്ച സുമേഷ് എന്നിവരെയും തിരഞ്ഞെടുത്തു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ നിലമ്പൂർ മേഖലാ കമ്മിറ്റി ലോക നാട്ടറിവ് ദിനം ആഘോഷിച്ചു. നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി നാടൻപാട്ട് ഗവേഷകനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ പ്രശാന്ത് മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് ഫൂലൻ ദേവി അധ്യക്ഷത വഹിച്ചു. ടെറാക്കോട്ട ചുമർ ചിത്ര കലാകാരൻ നിലമ്പൂർ ഷെരീഫിനെ പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. ജില്ലാ സെക്രട്ടറി സജിത്ത് പൂക്കോട്ടുംപാടം, മേഖലാ സെക്രട്ടറി ജയരാജ് തണൽ, നാടക പ്രവർത്തകൻ സച്ചിൻ നിലമ്പൂർ, മുഹമ്മദ് കോയ കടവത്ത്, രാജേഷ് അമരമ്പലം, ബിൻസി വിജയം, ബാബുരാജ് പാലാട്, സുഭാഷ് കൈപ്പിനി എന്നിവർ സംസാരിച്ചു. തണൽ നാടൻ പാട്ട് സംഘത്തിന്റെ നാടൻ പാട്ടുകൾ അരങ്ങേറി. പരസ്പരം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു.
അസോസിയേഷൻ പ്രസിഡന്റ് കണിയാമ്പറമ്പിൽ ഐപ്പ് ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ മാനവേദൻ സ്കൂൾ അധ്യാപകൻ കെ സുരേഷ് SSLC പാസ്സായ മുഴുവൻ കുട്ടികൾക്കും മൊമന്റോ നൽകി അനുമോദിച്ചു. സുരേഷ് മങ്ങാട്ടുതൊടിക സ്വാഗതവും എടാപ്പിലാക്കൽ ഉണ്ണികൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി. ബിന്ദു ടി, സുശീല ടീച്ചർ, ബേബി വർഗീസ്, അതുല്യ രഞ്ജിത്ത്, വിനിത ഉണ്ണികൃഷ്ണൻ, സുജിത പി, രത്നകുമാരി എന്നിവർ സംസാരിച്ചു. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സോളാർ ഇൻസ്റ്റലേഷൻ കമ്പനിയായ KM സോളാർ നിലമ്പൂരിൽ ഓണാഘോഷം നടത്തി. മാനേജ്മെന്റ്, സ്റ്റാഫ്, കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. KM സോളാർ ചെയർമാൻ രാജേഷ് പി, ഡയറക്ടറായ ദിവ്യ UV എന്നിവർ സ്റ്റാഫുകൾക്കും കുടുംബാംഗങ്ങൾക്കും മാനേജ്മെന്റിന്റെ ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബഡ്സ് വാരാചരണത്തിന്റെ ഭാഗമായി മമ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പുല്ലോടിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും CDS അംഗങ്ങൾക്കും ഒരുമിച്ച് ഓണത്തിന്റെ സന്തോഷം പങ്കിടുന്നതിനുള്ള അവസരമായി പരിപാടി മാറി. മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാലയുടെ സാന്നിധ്യത്തിൽ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി KT, പഞ്ചായത്ത് മെമ്പർമാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. CDS ചെയർപേഴ്സൺ തങ്കമണി, വൈസ് ചെയർപേഴ്സൺ ഷിഫ്ന നജീബ്, CDS അംഗങ്ങൾ എന്നിവരുടെ സജീവ സാന്നിധ്യവും സഹകരണവും പരിപാടിക്ക് പിന്തുണയായി. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി സുന്ദരിക്ക് പൊട്ടുകുത്തൽ, ലെമൺ സ്പൂൺ, ബിസ്ക്കറ്റ് ഈറ്റിംഗ്, ക്യാറ്റ് വാക്ക്, ബലൂൺ പൊട്ടിക്കൽ, കലം പൊട്ടിക്കൽ തുടങ്ങിയ വിവിധ രസകരങ്ങളായ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കുട്ടികളും രക്ഷിതാക്കളും ആവേശത്തോടെ മത്സരങ്ങളിൽ പങ്കെടുത്തു. തുടർന്ന് എല്ലാവരും ഒരുമിച്ച് ഓണസദ്യ ആസ്വദിക്കുകയും ഓണത്തിന്റെ സന്തോഷം പങ്കിടുകയും ചെയ്തു. ജനപ്രതിനിധികൾ, CDS അംഗങ്ങൾ, രക്ഷിതാക്കൾ, ജീവനക്കാർ എന്നിവരുടെ കൂട്ടായ സഹകരണത്തോടെയാണ് പരിപാടി വിജയകരമായി സംഘടിപ്പിച്ചത്. ബഡ്സ് വാരാചരണത്തിന്റെ ഭാഗമായി നടത്തിയ ഓണാഘോഷം കുട്ടികൾക്ക് സന്തോഷവും ആത്മവിശ്വാസവും കൂട്ടായ്മയുടെ അനുഭവവും പകരുന്ന മനോഹരമായ ഒരു ദിനമായി മാറി. പരിപാടിയുടെ വിജയത്തിനായി സഹകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, CDS ചെയർപേഴ്സൺ, CDS അംഗങ്ങൾ, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ജീവനക്കാർ എന്നിവർക്കെല്ലാം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ നന്ദി രേഖപ്പെടുത്തി. കേരള മുസ്ലിം ജമായത്ത് ചെട്ടി യൂണിറ്റ് സൗജന്യ നേത്രരോഗ നിർണയ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചന്തക്കുന്ന് ടെക്ടോണ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. സമസ്ത സെന്റിനറിയുടെയും ഖൽബിലുണ്ട് എന്റെ നബി മീലാദ് ക്യാമ്പയിന്റെയും ഭാഗമായാണ് സൗജന്യ നേത്രരോഗ നിർണയ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK ഉസ്മാൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് സോൺ സെക്രട്ടറി CK റഷീദ് മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. കരുളായി ഗ്രാമപഞ്ചായത്ത് അംഗം CP മുഹമ്മദ് കുട്ടി, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി KP ജമാൽ, സർക്കിൾ ഇൻസ്പെക്ടർ KC അബ്ദുള്ള സഖാഫി, ടെക്ടോണ കണ്ണാശുപത്രി ഒപ്റ്റോമെട്രിസ്റ്റ് ജിഷ, മഹല്ല് സെക്രട്ടറി TK അബ്ദുള്ള, KC അബൂബക്കർ, മിസ്ബാഹി, M ഷംസുദ്ദീൻ, KC അബ്ദുൽ ഖാദർ, T അബൂബക്കർ, അബ്ദുൽ ഗഫൂർ അഹ്സനി തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിലൂടെ തിമിര രോഗം നിർണയിക്കപ്പെട്ടവർക്ക് സൗജന്യമായും കുറഞ്ഞ നിരക്കോട് കൂടിയും തിമിര ശസ്ത്രക്രിയയ്ക്കും സൗകര്യമൊരുക്കിയിരുന്നു. എല്ലാവർക്കും കുറഞ്ഞ നിരക്കിൽ കണ്ണാടിയും വിതരണം ചെയ്തു. അമരമ്പലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് PM സീദിക്കോയ തങ്ങൾ ചടങ്ങിൽ ഓണ സന്ദേശം നൽകി. സുരക്ഷിതമായ ജീവിതത്തിൽ ആശ്വാസത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ആഘോഷങ്ങൾ നിർണ്ണയിക്കപ്പെട്ടുള്ളത്. ഇന്ത്യയിലും ലോകത്തും കേരളത്തിലും ധാരാളം ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയോത്സവമായി നിശ്ചയിച്ചിട്ടുള്ള ആഘോഷമാണ് നമ്മുടെ ഓണാഘോഷം. ആ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരു ചെറിയ സഹായം, അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയ സഹായം നമ്മൾ ചെയ്യുകയാണ്. തീർച്ചയായും പച്ചക്കറി പ്രധാനമാണ് ഈ ആഘോഷം. അതുകൊണ്ട് തന്നെയാണ് കുഞ്ചനമ്പേര് പറഞ്ഞു, നേന്ത്രപ്പഴത്തോട് മല്ലടിച്ച് കോന്ത്രപ്പല്ലൊക്കെ തകർന്നു പോയി, ഉപ്പേരി പപ്പടം തിന്നിട്ടുള്ള രുചിയും പറവറന്നു. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പാറിൽ ഞങ്ങളുടെ ചില കഷ്ണങ്ങൾ ഞങ്ങൾ സംഭാവനയായി തരികയാണ്.
എല്ലാ ആഘോഷങ്ങളും പരസ്പരം മതസൗഹാർദ്ദത്തിന്റെയും അവിഭാജ്യമായ ഘടകമാണ്. പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ പോഷക ഘടകങ്ങളിൽപ്പെട്ട ദളിത് ലീഗ്, ഓട്ടോ തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, പ്രാദേശിക മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർക്കായി 100ഓളം പച്ചക്കറി കിറ്റുകളാണ് വിതരണം ചെയ്തത്. പൂക്കോട്ടുംപാടം ലീഗ് ഹൌസിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് അധ്യക്ഷത വഹിച്ചു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ റാഫി മോഡേൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അഷ്റഫ് മുണ്ടച്ചേരി, പൊട്ടിയിൽ ചെറിയാപ്പു, MT നാസിർബാൻ, ഫവാസ് ചുള്ളിയോട്, നൊട്ടത്ത് മുഹമ്മദ്, തോരപ്പ കുഞ്ഞി മുഹമ്മദ്, സൊഫ്വാൻ ഇള്ളിക്കൽ, M ബിഷർ, ഹുസൈൻ തോട്ടേക്കാട്, റഷീദ് കൂറ്റമ്പാറ, അസീസ് കെ ബാബു, ജുബൈർ, ഷമീർ, VK ഗോപാലൻ, കരീം പനോലൻ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.